അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വരാനിരിക്കുന്ന ഇലക്ഷൻ നിർണായകമാണ്, വളരെ പ്രധാനമാണ്. ഇനി ഒരിക്കൽ കൂടി ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലേറിയാൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. അത്രയും ഗൗരവമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ വർഗീയ ശക്തികൾ അധികാരത്തിലേറിയത് മുതൽ അവരുടെ ഓരോ ഒളി അജണ്ടകളും ഒന്നിനു പുറകെ മറ്റൊന്നായി അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. അതുകൊണ്ട് നമ്മുടെ ഈ രാജ്യം അത് ഇന്ത്യ രാജ്യമായി നിലനിൽക്കണം. നമ്മുടെ രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കണം, മതനിരപേക്ഷത നിലനിൽക്കണം, വർഗീയ മുക്തമാകണം, സമാധാനപരമായി ഈ നാട് മുന്നോട്ട് പോകണം. ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ല. വരാനിരിക്കുന്ന ഈ ഇലക്ഷൻ വളരെ ഗൗരവത്തോടുകൂടെ അതിനെ നോക്കിക്കാണുക എന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ബാലറ്റ് കൃത്യമായ നിലക്ക് ഉപയോഗപ്പെടുത്തുക, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുക. അതിന് ആവശ്യമായ 2-3 പോയിന്റുകൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ വോട്ടുള്ള 18 വയസ്സ് തികഞ്ഞ വോട്ടുള്ള ഓരോ വോട്ടർമാരും അവർ കൃത്യമായ നിലക്ക് വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ ഓരോ കുടുംബത്തിലെയും കുടുംബനാഥന്മാർ വളരെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ നമ്മളതിനെ നിസ്സാരമായി കാണരുത്. ഒരു വോട്ടല്ലേ, അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇന്നയാൾ ചെയ്തിട്ടില്ലെങ്കിലും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന ചിന്താഗതി നമ്മൾ മാറ്റിവെച്ച് ഓരോ വോട്ടും നിർണായകമാണ്, പ്രധാനമാണ്, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അന്നത്തെ വോട്ടിൻ്റെ ദിവസത്തിൽ നമ്മൾ ദീർഘയാത്രകൾ, അതേപോലെ മറ്റുള്ള തിരക്കുകൾ, മറ്റുള്ള നമ്മുടേതായ വ്യക്തിപരമായ വിഷയങ്ങൾ അതൊക്കെ മാറ്റിവെച്ച് ഇത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതാണ്, നമ്മെ ബാധിക്കുന്നതാണ്, ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്നതാണ്. ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട മേഖലയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമ്മെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള സംഗതി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളതിനെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെള്ളിയാഴ്ചയാണ് വോട്ട്, നേരത്തെ തന്നെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വോട്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 ഗുണം അതുകൊണ്ടുണ്ട്. ഒന്ന്, നമുക്ക് നേരത്തെ വോട്ട് ചെയ്ത് വെള്ളിയാഴ്ച ദിവസത്തെ നമ്മുടെ ജുമഅയും മറ്റുമൊന്നും തടസ്സപ്പെടാത്ത നിലക്ക് തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു ഗുണവും കൂടെ അതുകൊണ്ടുണ്ട്. അതായത് കള്ള വോട്ടിനെ പരമാവധി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നേരത്തെ തന്നെ പോയി നിർവഹിക്കുക. അതല്ലാതെ അതിനെങ്ങനെ പിന്തിപ്പിക്കുക, ജുമാ കഴിഞ്ഞിട്ടാവാം എന്നൊക്കെ പറഞ്ഞ് അതിനെ ലാസ്റ്റിലേക്ക് വെക്കാതെ വേഗത്തിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയോ, വോട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലരും യാത്ര ചെയ്തുകൊണ്ടാണ് അവരുടെ ഡ്യൂട്ടിക്ക് അവരെത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജുമാ നിർബന്ധമാവുകയില്ല. ഇനി യാത്രക്കാരല്ലാത്തവരുണ്ടെങ്കിൽ തന്നെ അവർ നിർബന്ധമായും ആ ഡ്യൂട്ടിക്ക് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടവരായതുകൊണ്ട് തന്നെ അവർക്ക് മതം ഉദ്ർ നൽകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ളുഹ്ർ നിസ്കരിക്കുക. യാത്രക്കാരാണെങ്കിൽ അവർക്ക് ജമ്മും കസറുമായി, ളുഹ്റും അസറും ജമ്മും കസറുമായി അവർക്ക് നിർവഹിക്കാവുന്നതാണ്. ബാക്കിയുള്ളവരെല്ലാം ജുമാ കൃത്യമായി നിർവഹിക്കുകയും നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായ നിലക്ക് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്താൻ വേണ്ടി നമ്മൾ ചെല്ലുന്ന സമയത്ത് ബാലറ്റ് യൂണിറ്റിൽ നാം ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം പലപ്പോഴും പല ബാലറ്റ് യൂണിറ്റുകളിലും ചിലപ്പോൾ ചിത്രങ്ങളും അതേപോലെ ചിഹ്നങ്ങളൊന്നും കൃത്യമായ നിലക്ക് തെളിഞ്ഞു കണ്ടോളണമെന്നില്ല.
വളരെ റയറായി അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം അത് നമ്മൾ ഉറപ്പുവരുത്തുക. രണ്ടാമതായി, നമ്മൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള VVPAT യന്ത്രമുണ്ട്. ആ VVPAT യന്ത്രത്തിൽ നാം ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് നാം വോട്ട് ചെയ്തത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എല്ലാവരും വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ബാലറ്റ് യൂണിറ്റിൽ ആ ചിഹ്നത്തിൽ നമ്മൾ വിരലമർത്തി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള VVPAT യന്ത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് അവിടെ പ്രിൻ്റ് ചെയ്യപ്പെടുന്നത് കാണാം. അത് 7 സെക്കൻഡ് മാത്രമാണ് ഡിസ്പ്ലേയിൽ ഉണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് നോക്കി ഉറപ്പുവരുത്തണം. നിങ്ങൾ ഈ കാണുന്നത് പോലെ ആയിരിക്കും. നമ്മളിങ്ങനെ ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്തി കഴിഞ്ഞാൽ കണ്ടോ, ഒരു സ്ലിപ്പ് അവിടെ പ്രിൻ്റ് ചെയ്യപ്പെടും. നമ്മൾ ഏതൊരു സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്തത് ആ സ്ലിപ്പാണ് അവിടെ പ്രിൻ്റ് ചെയ്യപ്പെടുക. അത് 7 സെക്കൻഡ് മാത്രമാണ് ഡിസ്പ്ലേയിൽ നിൽക്കുക, പിന്നീട് അത് താഴേക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കൃത്യമായ നിലയ്ക്ക് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പോളിംഗ് ബൂത്ത് നമ്മൾ വിടേണ്ടത്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരേണ്ടത്. അത് പ്രിൻ്റ് ചെയ്യപ്പെടാതിരിക്കുകയോ നമുക്ക് ബോധ്യപ്പെടാതിരിക്കുകയോ ചെയ്താൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അത് പറഞ്ഞ് അവരോട് ആ വിഷയം അവതരിപ്പിക്കുകയും ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് മറ്റൊരാൾ വോട്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട സംഗതികളാണ്. ഇതിലൊരിക്കലും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തരുത്. ഗൗരവമായി ഈ വിഷയത്തെ നോക്കിക്കാണണമെന്ന് ഒന്നുകൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു മെസ്സേജ് പരമാവധി എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റേതായ എല്ലാ നിലക്കുള്ള സഹായവും നമുക്ക് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.